ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, സാങ്കേതികമായ തടസ്സം മാത്രമാണോ ഈ പദ്ധതി നീളുന്നതിലേക്ക് എത്തിക്കുന്നത്? എന്താണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം? പ്രിയങ്ക ഗാന്ധി തന്നെ എത്തി തറക്കല്ലിടും എന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചനകളും. എന്തുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി നീണ്ടു പോകുന്നത്? എന്നേക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്? വിനിത, അതായത് നാളെ നീളെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോൺഗ്രസിന്റെ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ടി സിദ്ദീഖ് MLA ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഡിസംബർ 28 ഇത് പദ്ധതി, അതായത് ഇതിന് തറക്കല്ലിടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഡിസംബർ 28 ആകുന്ന സമയത്ത് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയെ തീരുമാനിക്കുന്നില്ല. തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാകുന്നു. വയനാട്ടിലെ CPM നേതാക്കളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ടി സിദ്ദീഖ് വാർത്താ സമ്മേളനം വിളിച്ച് അടുത്ത ദിവസം പറയുന്നു, അതായത് ജനുവരി 10-നകം ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജനുവരി 10-നകം തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്നുള്ളത്. കാരണം വയനാട്ടിലെ കോൺഗ്രസിന്റെ പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ചിന്തൻ ശിബിരം പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ നേതാക്കളൊക്കെ ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ തറക്കല്ലിടൽ നടത്തുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 10 കഴിഞ്ഞു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടിക്രമങ്ങളിലേക്കും എന്തായാലും കോൺഗ്രസ് കടന്നിട്ടില്ല. ഇന്നാണ് ആ ദിവസം എന്നുമാണ് നമുക്ക് പറയാൻ. അതായത് ഇന്നാണ് ആ 10-ാം തീയതി. ഇന്നെന്തായാലും അത്തരത്തിൽ ഒരു നീക്കവുമില്ല. ഇപ്പോൾ വയനാട് DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ജനുവരി 14-നകം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്ഥലം എവിടെയാണെന്നോ എന്തൊക്കെയാണ് പദ്ധതി എന്നോ എന്നത് സംബന്ധിച്ച് നമ്മൾ പലതവണ പലകുറി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും കൃത്യമായിട്ടൊരു മറുപടി പറയാൻ എന്തായാലും ഈ നേതാക്കളൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാനമായിട്ടും ടി സിദ്ദീഖ് MLA പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ, അതായത് മുസ്ലിം ലീഗിന്റെ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും അത് മുടക്കാനുള്ള ശ്രമമുണ്ടായി. അതുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എല്ലാം 10-ാം തീയതിക്കകം തന്നെ നിങ്ങൾ അറിയും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 10-ാം തീയതി ഇന്ന് ആണ്. ആ 10-ാം തീയതി എന്തായാലും അത്തരത്തിലൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ എല്ലാം അറിയാമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. വീണ്ടും നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടൂ ഷഹദ്. ഇതിങ്ങനെ നീണ്ടുപോയാൽ അതെന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. പാർട്ടിയുടെ നിലപാട് എന്താണ്? ഇനിയിപ്പോൾ ഇത് നടക്കുകയാണെങ്കിൽ അത് എന്നേക്ക് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീണ്ടും പ്രതികരണം തേടാവുന്നതുമാണ്.